കാണാതായ കോഴിക്കോട് സ്വദേശി സൈനികന് വേണ്ടി പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് പൂനെയിലെത്തുമെന്നാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട പുതിയ വിവരം. സൈബർ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പൂനെ സൈനിക ക്യാമ്പിലെ ഉദ്യോഗസ്ഥന വിഷ്ണുവിനെയാണ് കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് വരുമ്പോൾ കോഴിക്കോട്ട് വരെ എത്തിയെന്ന് വീട്ടുകാരെ വിളിച്ചറിച്ചതിന് പിന്നാലെ കാണാതായി എന്ന പരാതി വന്നത്. പൂനെ സൈനിക ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായ കോഴിക്കോട് കണ്ടംകുളങ്ങര സ്വദേശി കെ വിഷ്ണുവിനെ ഈ മാസം 17 മുതലാണ് കാണാതായത്. അവധി ലഭിച്ച വിഷ്ണു നാട്ടിലേക്ക് പുറപ്പെടുന്നുവെന്ന് ബന്ധുക്കളെ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ കണ്ണൂരിലെത്തിയതായി അമ്മയ്ക്ക് വാട്സപ്പിൽ ശബ്ദ സന്ദേശവും അയച്ചു. വിഷ്ണുവിന്റെ മൊബൈൽ ഫോൺ പിന്നീട് ഇങ്ങോട്ട് സ്വിച്ച് ഓഫ് ആണ്. കണ്ണൂരിലെത്തിയെന്ന് സന്ദേശം അയച്ചെങ്കിലും അവസാന ടവർ ലൊക്കേഷൻ കണ്ടെത്തിയത് പൂനെയിൽ തന്നെ. എലത്തൂർ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് പോലീസ് അന്വേഷണം. 2 സൈബർ വിദഗ്ധരെയും സംഘത്തിൽ ഉൾപ്പെടുത്തി. സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ പൂനെയിലെയും ജമ്മുവിലെയും സൈനിക മേധാവികളുമായി ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഇങ്ങനെ സംഭവിക്കാനിടയാതിൽ ദുരൂഹതകളുണ്ട് എന്നാണ് കുടുംബാംഗങ്ങൾ വിശ്വസിക്കുന്നത്. സ്വാഭാവികമാണ്. പോലീസിനും ഇപ്പോൾ നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം ഊർജിതമായി നടക്കുകയാണെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ എന്നെ അറിയിച്ചത്. അടുത്ത മാസം 11-ാം തീയതി വിഷ്ണുവിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നു. വിവാഹ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയാണ് അവധിക്ക് അപേക്ഷിച്ചത്. മിലിറ്ററി ബോക്സിംഗ് താരം കൂടിയാണ് വിഷ്ണു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.